ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. കാരണം പെട്ടെന്നൊരു ജോബ് കിട്ടുക, അപ്പൊ വീട്ടമ്മമാരായാലും പെട്ടെന്നൊരു ജോബ് കിട്ടാന്നുള്ള നിലക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സ് അല്ലേ? അപ്പൊ ആ ഇൻചാർജ് പറഞ്ഞു, നീ ഇത്ര പെട്ടെന്ന് ഞങ്ങളിത് പഠിച്ചെടുക്കാന്ന് വിചാരിച്ചില്ല. അത് വലിയൊരു എക്സ്പീരിയൻസ്, 2 ആഴ്ച കൊണ്ട് കിട്ടിയ എക്സ്പീരിയൻസ് തന്നെ. ഞാൻ ഒത്തിരി ഹാപ്പി. ഫിദ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? എനിക്ക് ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ NSS ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ക്യാമ്പ് ചെയ്ത സമയത്ത് പാലിയേറ്റീവ് കെയർ ആ ഒരു രീതിയിൽ ഞങ്ങൾ എല്ലാ വീടുകളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേഷ്യൻസിനെ കണ്ടുണ്ട്. അവരുടെ അവസ്ഥയ്ക്ക് ആലോചിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം, അതെ ആ രീതിയിലാണ് ചിന്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? ഒരു സർവീസ് മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് എന്തുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പഠിക്കാൻ വന്ന സമയത്ത് എന്തെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ? തുടക്കത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് +2 ചെയ്യുന്ന പാടായിരുന്നു. ഡിഗ്രിക്ക് പോകണ്ടെന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻ്റായി എടുക്കുക എന്നുള്ള ഒരു രീതിയിലെത്തി. അപ്പോൾ ഇനി മുന്നോട്ട് ഇങ്ങോട്ട് എന്നുള്ള ആ ഒരു ചിന്തയിലെത്തിയപ്പോഴാണ് എനിക്കിങ്ങനെ കോഴ്സ് പഠിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു +2 പഠിക്കുമ്പോഴേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമല്ലോ. അതിന് കുറേ ഇൻസ്റ്റയിൽ തപ്പി കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആരോൺ കണ്ടത്. കുറേ മാസം അതിൻ്റെ പിന്നത്തെ നിന്നുണ്ട്. അതെ, പിന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ ആരോണിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്കല്ലേ? കോളേജിൽ കിട്ടിയ പോലത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടില്ലേ? അത് എത്രമാത്രം ഹാപ്പി തന്നിട്ടുണ്ട് നമുക്ക്, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് പറയുമോ? ഇത് കോളേജിൽ ഞാൻ പറഞ്ഞില്ല, കോളേജിൽ പോയിണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോണിൽ വന്ന സമയത്ത് തന്നെ ഒരു വലിയ പ്രോഗ്രാം, കഹാനി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെ, ആ ഇവന്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും എല്ലാ രീതിയിലും ഭയങ്കര നമ്മൾ ഒരു വലിയ ഇവന്റ് എന്നുള്ള രീതിയിൽ തന്നെ നിന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരുപാട് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതായത് നമ്മുടെ BLS പ്രോഗ്രാം കിട്ടി, പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ്, വൈറ്റൽസ്, ഇങ്ങനത്തെ ഒരുപാട് അത് ശരിക്കും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇപ്പോൾ തോന്നുന്നത് നമ്മൾ ഇപ്പോൾ സർട്ടിഫൈഡ് ആയിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള രീതിയിൽ മാത്രം അത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ CPR ആയിക്കോട്ടെ, ഏത് എന്താ പറയുക ലൈഫ് സപ്പോർട്ടിങ് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ CPR ഒക്കെ കിട്ടിയ സമയത്ത് നമുക്ക് അതിങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അത് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമ്മളത് സൊസൈറ്റിയിൽ പ്രവർത്തിക്കണം. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്കിൽ ഈ പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഒരു കരിയർ പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഇന്റേൺഷിപ്പിലാണല്ലോ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്ലേസ്ഡ് ആവണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിഗ്രിയും കംപ്ലീഷൻ ആവണം. ഇന്റേൺഷിപ്പ് എത്ര ദിവസമായി തുടങ്ങിയിട്ടുള്ളൂ? എങ്ങനെയാ? 2 വീക്ക്. ഒരു 2 ആഴ്ച എന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പീരിയൻസ് അല്ലേ? ആ ഒരു തിയറി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇന്റേൺഷിപ്പിലേക്ക് എത്താണ്. ആ ഇന്റേൺഷിപ്പ് പീരീഡ് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് എന്താണ് ശരിക്കും? ഞാൻ കൺസോൾ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കോള് വന്നുകൊണ്ടിരിക്കും നമുക്ക് ഒരു കുഞ്ഞു സമയം പോലെ റെസ്റ്റ് എടുക്കാനുണ്ടാവില്ല. അത് മലബാറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ വലിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോള് വന്നുകൊണ്ടിരിക്കും. അതിന്റെ പ്രഷർ നമ്മളിങ്ങനെ പറഞ്ഞുള്ള കേൾവിയല്ലേ ഉള്ളൂ, നമുക്ക് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് ഇത്രയും ഒരു എഫേർട്ടുള്ള പണിയാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇൻചാർജ് ഉണ്ട്, എന്താ വെച്ചാൽ വിളിച്ചിട്ട് അവരിങ്ങനെ ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് വന്ന് ഇപ്പം എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീണു പോയാൽ ഭയങ്കര മിസ്റ്റേക്ക് ആവും. അതെ, അങ്ങനെ അവരിങ്ങനെ വിളിച്ച സമയത്ത് ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ പേഷ്യൻസ് റിസപ്ഷനിൽ വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ റെക്കോർഡ് എടുത്ത് നോക്കിയ സമയത്ത് ഞാനായിരുന്നു അപ്പോയിൻമെന്റ് എടുത്തെടുത്ത ആള്. ഞാൻ ശരിക്കും പേടിച്ചു പോയി, ഞാൻ എന്താവും പറഞ്ഞുണ്ടാവാന്നുള്ളത്. അപ്പോൾ അവര് താഴെന്ന് ഹെഡ് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇന്റേൺ ആണോ അത് പറഞ്ഞത്? അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്.
അങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ വിചാരിച്ചു പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് ഞങ്ങളിത് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചില്ല. അത് വലിയൊരു എക്സ്പീരിയൻസ്, 2 ആഴ്ച കൊണ്ട് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ ഒത്തിരി ഹാപ്പിയായി. അത് കോൺഫിഡൻസ് കൂട്ടി. ചെറിയ ടെൻഷനൊക്കെ വന്നെങ്കിൽ പോലും അത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയി അല്ലേ. ഇപ്പോൾ ഫിദയോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കൊക്കെ എത്രമാത്രം ഗുണമാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ? ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. കാരണം പെട്ടെന്നൊരു ജോബ് കിട്ടുക, അപ്പൊ വീട്ടമ്മമാരായാലും പെട്ടെന്നൊരു ജോബ് കിട്ടാന്നുള്ള നിലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൊരു കോഴ്സ് അല്ലേ. പിന്നെയോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെറ്റിൽഡ് ആയിട്ടുള്ള ജോബായിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റിൽഡ് ആയിട്ട് എപ്പോഴും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജോലിക്ക് എന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല, ജോലി എന്നും നിലനിൽക്കാൻ പറ്റും. അതായത് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇനി നമ്മുടെ പഠന കാലയളവിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. അതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീച്ചർ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ആരെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ആരാണല്ലേ? ഞങ്ങൾ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പക്കയായിരുന്നു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലക്കല്ലായിരുന്നു ആരും. ഇപ്പൊ ഷബീബ് സാർ ആയിക്കോട്ടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഒന്നിനെ അവിടെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ആരെ സെലക്ട് ചെയ്യും ആ സമയത്ത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും മോസ്റ്റ് ഫേവറേറ്റ് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റിയ ആരാ? ഷിക എന്ന് പറഞ്ഞ ബാക്കി എല്ലാവരും ഓക്കെയാണ്, അവര് ഹാപ്പിയാണ്, അത് കാണുമ്പോൾ അവര് ഹാപ്പി ആവും. ഷിക മിസ് എന്ന് പറയാനുള്ള അവരെന്തോ ഒരു കാര്യം ഷിക്കയുടെ ആരിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. എന്താവും അത് കാര്യം? മിസ്സിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണ് ആ ക്യാരക്ടർ? പെർഫെക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ചെയ്യുന്ന കാര്യം പക്കയാണ്. അപ്പൊ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ തന്നെയാ, പക്ഷെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു രീതി. പിന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് പിന്നെ മിസ്സിന്റെ ക്ലാസ്സിലാ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കയറി. അപ്പോൾ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ എങ്ങനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ നമ്മളെ, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു എങ്ങനെ തുടങ്ങും. മിസ് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ വന്ന വഴിത്തിരിവൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മിസ് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ മറ്റേ മിസ്സുമാരൊക്കെ ഓക്കെയാണ്. എന്താണെന്നറിയോ, നമ്മൾ ആ ഇൻഫ്ലുവൻസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് എന്തുകൊണ്ട് തരണമെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളിൽ നിന്നും അതിന് സെലക്ട് ചെയ്ത കുറച്ച് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഷിക എന്ന് പറഞ്ഞ ആളൊരു പെർഫെക്ഷൻ്റെ ആളാന്ന് പറഞ്ഞു. ഇത് തന്നെ ഫിദയുടെ ലൈഫിലേക്ക് ഒന്ന് മാറ്റി വെക്കും. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൻ്റെ കാര്യത്തിൽ അവിടെ പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ അത് നമുക്ക് മാർക്ക് കൂടുതൽ ചെയ്യാം, അവരുടെ മനസ്സിലേക്ക് സ്ഥാനം കിട്ടുകയാണ്. അതേപോലെ തന്നെ ഷിക ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, സപ്പോർട്ടീവായിട്ട് ആരും കൂടെ നിൽക്കുക. പേഷ്യൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ആര് പറയണം, നാളെ അവരോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചു ഏറ്റവും നല്ല ടീച്ചർ ആരും ചോദിച്ച പോലെ നിങ്ങൾ കണ്ട ഏറ്റവും നല്ല ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആരെന്ന് ചോദിച്ചാൽ അവർ ആരുടെ ആൻസറോട് പറയണം? ഫിദയുടെ ആൻസറോട് പറയണം. അവിടെയാണ് ആരുടെ വിജയം? ഫിദ എന്നാണ് വിജയം. ഓക്കെ, ഇനി നെക്സ്റ്റ് കരിയർ പ്ലാൻ എന്തൊക്കെയാണ്? പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്, ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കണമെന്നുണ്ട്, പിന്നെ പ്ലേസ്ഡ് ആവണം. ഓക്കെ, എന്താണ് അഡീഷണൽ ഒരു സ്കില്ലോ കാര്യങ്ങളോ നീ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുക? ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പഠിക്കാം, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുക? കമ്മ്യൂണിക്കേഷൻ പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.